ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് iPhone 8 വിശേഷങ്ങളാണ്. ഇപ്പോൾ 2024 ഡിസംബർ ആയിട്ടുണ്ട്. ഇപ്പോൾ അതായത് പുതിയ ഡിവൈസുകളൊക്കെ ലോഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പഴയ ഡിവൈസുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിപ്രിസിയേഷൻ വരും. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 8 ഒക്കെ ഇപ്പോഴും നോക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കാരണം +2 അതേപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് പുതിയ ഐഫോൺ അതേപോലെ തന്നെ ഹൈ എൻഡ് മോഡൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബിഗിനർ ലെവലിൽ നോക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് ഇപ്പോൾ iPhone 8 എന്ന് പറയുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തന്നെ ഈ ഒരു ഡിവൈസിനെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ അപ്പിയറൻസ്, ക്വാളിറ്റി, ഈ ഒരു കാര്യത്തെ ഡിസൈൻ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, ബാറ്ററി ലൈഫ്, പെർഫോമൻസ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു 5 രീതിയിലായിരിക്കും നമ്മൾ ഈ ഡിവൈസിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് ഓൾഡ് മോഡലാണ്. അതായത് 2017 സെപ്റ്റംബറിലാണ് iPhone 8 ലോഞ്ച് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ ഡിസൈന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓൾഡ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് മാത്രം നിങ്ങളൊരു ഡിവൈസ് നോക്കിയാൽ മതി. അതിനുള്ളൊരു ബഡ്ജറ്റ് ആവും വരുന്നതുണ്ടാവും, ഏകദേശം ഒരു 5K to 8K. അതിനുള്ളിൽ നിങ്ങൾക്ക് നല്ല കണ്ടീഷൻ പീസ് ലഭിക്കും. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8K ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി മികച്ചു തന്നെ നിൽക്കും. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഇതിന് നല്ല രീതിയിലൊരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ 4.7 ഇഞ്ചിൻ്റെ 625 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കണ്ടന്റ് എൻജോയ്മെൻറ്റും ഗെയിംസ് കളിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കുറച്ചൊക്കെ ലഭിക്കും. എന്തായാലും ഇതൊരു വലിയ ഡിസ്പ്ലേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഗെയിം അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് നിങ്ങൾ ഒരു ഡിവൈസ് നോക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നോക്കണ്ട എന്നേ പറയൂ. കാരണം ഇതൊരു ചെറിയ ഡിവൈസാണ്, ചെറിയ ബാറ്ററി ബാക്കപ്പാണ്, ചെറിയ ഡിസ്പ്ലേ ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു iPhone 8 ഒരു ഐഫോൺ ആയാൽ മതി, അത്യാവശ്യം നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ കുറിച്ചും ഓവറോൾ ഡിസൈനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഡിവൈസിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 12 MB ക്യാമറയാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും, അതും നല്ല ക്ലിയർ ഉള്ള സമയത്താണെങ്കിൽ. ഭയങ്കര ക്ലിയർ ഐഫോണാണ് എന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ നോക്കേണ്ട. കാരണം ലൈറ്റുള്ള സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഡിവൈസിൽ നിന്ന് ഇപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് ക്യാമറ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ്. അത്യാവശ്യം സ്റ്റെബിലൈസേഷനും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ലൈറ്റ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഏകദേശം 1866 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ യൂസിനൊക്കെ നിങ്ങൾക്ക് ഒരു 100% ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസമൊക്കെ മിനിമലായിട്ട് ലഭിക്കും. എന്നാലും നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത്, അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ, തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി റീപ്ലേസ്ഡ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റഡ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞ ഡിവൈസ് ആയിരിക്കും. കാരണം ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 2017 സെപ്റ്റംബറിൽ ഇറങ്ങിയ ഡിവൈസാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഏജിങ് ബാറ്ററിക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 100% ബാറ്ററി ഹെൽത്ത് ഉണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങളൊരു യൂസറാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 പ്രാവശ്യം ഒരു ദിവസത്തിൽ ഈ ഡിവൈസ് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രം ഈ ഒരു ഡിവൈസ് എടുക്കുക. പിന്നെ കൂടാതെ നമുക്ക് വയർലെസ് ചാർജിങ്ങിൽ ഒരു അഡീഷണൽ ഫീച്ചർ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു
അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം iPhone 8 മുതലാണ് ആപ്പിൾ ആദ്യമായിട്ട് വയർലെസ് ചാർജിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒരു ഡിവൈസിൻ്റെ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയർലെസ് ചാർജിങ് എന്നുള്ള ഒരു അഡീഷണൽ ഫീച്ചർ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ബാറ്ററിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കുറച്ച് ശോകമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ഒരു ഡിവൈസ് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഡിവൈസിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ A11 ബയോണിക് ചിപ്സെറ്റാണ്. അതൊരു 10 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി അപ്ഡേറ്റ്സ് സ്റ്റോപ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് iPhone 8, 8 Plus, 10. A11 ബയോണിക് ചിപ്സെറ്റിൽ റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിൻ്റെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓൾറെഡി സ്റ്റോപ്ഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ ഡിവൈസ് ചൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഡിവൈസിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, അത്യാവശ്യം നോർമലായിട്ടുള്ള ഗെയിംസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ ഈ ഒരു ഡിവൈസ് 2GB റാമിലാണ് വരുന്നത്. അത് നമുക്ക് 256GB വരെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഡിവൈസ് ചൂസ് ചെയ്യാം. അത്യാവശ്യം ഹെവി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇപ്പം ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ തന്നെയാണ്. ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സ്റ്റോപ്ഡ് ആയി എന്നുള്ള ഒരു നെഗറ്റീവ് നല്ല രീതിയിൽ ഉണ്ട്. കാരണം നമുക്ക് UPI ആപ്സ് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ലഭിക്കില്ല. ഇനി ഭാവിയിൽ വേറെ എന്തെങ്കിലും ആപ്സ് കളയുമോ എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാനും സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് മാത്രം നിങ്ങളുടെ ഡിവൈസ് ചൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റിലുള്ള ഒരു ഡിവൈസ് ലഭിക്കുക. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നിങ്ങൾ ഓർത്ത് ആ ഒരു നെഗറ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതേപോലെ തന്നെ ചിപ്സെറ്റിനെയും കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഓവറായിട്ട് ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് കൺഫ്യൂഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു ഡിവൈസ് നോക്കണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് കുറച്ച് ശോകമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 4.7 ഇഞ്ചാണ്. ഇപ്പോൾ കോമ്പാക്ട് ഡിവൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കുഴപ്പമില്ല. പക്ഷേ ഗെയിം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 Plus മാറാം. നിങ്ങൾക്ക് ഒരു ബിഗിനർ ലെവൽ ഒരു ഐഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മുതൽ നോക്കാം. ഇതാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഡിവൈസാണ്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് 5G മറ്റു കാര്യങ്ങളൊന്നും ഈ ഡിവൈസിൽ നോക്കേ വേണ്ട. കാരണം 12 മുതലാണ് 5G കാര്യങ്ങളൊക്കെ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റ് തന്നെ കുഴപ്പമില്ലാത്തൊരു ഐഫോൺ എന്ന് വേണമെങ്കിൽ ഈ ഡിവൈസ് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഡിവൈസിൽ ലഭിക്കാൻ പോകുന്ന നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ബാക്കപ്പാണ്. അതൊരു ഇഷ്യൂ ആയി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമൽ യൂസാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഹെവി യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നോർമലായിട്ട് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ ബ്രൗസ് ചെയ്യാനാണ് എങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഈ ഒരു തൽക്കാലം ഒരു ഡിവൈസ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. കാരണം ആ ഒരു ബഡ്ജറ്റാണ് വരുന്നത്. എസ്പെഷ്യലി ഞാൻ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് തന്നെ ഒരു ഐഫോൺ എടുക്കണം, ഒരു സ്മാർട്ട് ഫോൺ എടുക്കണം, സ്വന്തം ക്യാഷിൽ എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ഡിവൈസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ +2 അതുപോലെ തന്നെ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ ഹൈ എൻഡ് മോഡൽ എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബിഗിനർ ലെവൽ എന്ന് വേണമെങ്കിൽ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാം. അതും അതിനൊരു ബഡ്ജറ്റുള്ള വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിവൈസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ് എടുക്കാം. അതിനെ കൊണ്ട് ഈ ഒരു ഡിവൈസ് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് ചെറുപ്പത്തിൽ ഒരു ഐഫോൺ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് നമുക്ക് ക്യാഷ് എടുക്കാൻ കയ്യിലുണ്ടാവില്ല. പക്ഷെ നമുക്ക് അറേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് എത്തിപ്പിടിക്കാനും സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡിവൈസ് കുഴപ്പമില്ല. ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്. നമ്മളൊരു ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഫോൺ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഡിവൈസ് ചൂസ് ചെയ്യാം. ഒരു ആൻഡ്രോയിഡിൽ ലഭിക്കുന്നേക്കാൾ ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഫോണിൽ നിന്ന് ലഭിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും അതേപോലെ തന്നെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് മാത്രം നിങ്ങളുടെ ഡിവൈസ് ചൂസ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞു 4.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഗെയിം മറ്റ് കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഡിവൈസ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം. കാരണം ഇതിൻ്റെ 4.7 ഇഞ്ചിൻ്റെ ഒരു കോമ്പാക്റ്റബിൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് മാത്രം നിങ്ങളൊരു ഡിവൈസ് ചൂസ് ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ ഒരു ഐഫോൺ തന്നെയാണ് ഐഫോൺ 8. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഓൾഡ് മോഡലും അതേപോലെ തന്നെ പുതിയ മോഡലായിട്ടുള്ളൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ സീ യു സൂൺ ഗൈസ്.